ഒരു ഡിപ്ലോമ ഹോൾഡർക്ക് QSൽ എത്രത്തോളം ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യാണ് വേറെ ഒന്ന് വന്നിട്ടുള്ളത്. ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ തന്നെ അവർ QS ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഡിപ്ലോമ ഹോൾഡറാണ്, അവർ QS ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് കമ്പാരിറ്റീവ്ലി ഒരു BTech അവരുടെ പാക്കേജുകൾ കുറവായിരിക്കും. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് നമ്മൾ ഒരു QSൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് ഒരു QS ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് ക്ലയൻ്റായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, കൺസൾട്ടൻ്റായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, PMCs ആയിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, ദെൻ ഓപ്പറേഷൻസുള്ള എല്ലാ ആൾക്കാരായിട്ടും ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, ദെൻ കോൺട്രാക്ടേഴ്സിലെ ഹയർ മാനേജ്മെൻ്റ് ആയിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ QS ആണ് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ പാർട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ കൊമേഴ്ഷ്യൽ പാർട്ട് എപ്പം ഏത് കമ്പനിക്കും അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ മാനേജ്മെൻറ്റാണ് വരിക. സോ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് അതുകൂടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് എ ഡിപ്ലോമ ഹോൾഡർ നിങ്ങളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബാക്കിയുള്ള കരിയർ ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എക്സാമ്പിൾ പറയാം. അവന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏകദേശം 2000 സംതിങ് റിയാലായിരുന്നു സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. സോ ഇവർ വർക്ക് ചെയ്തിട്ട് ആ കമ്പനിയിൽ അവരുടെ പ്രൊജക്ട് മാനേജേഴ്സൊക്കെ ആയിട്ട് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്ത് വേറൊരു കമ്പനീസിലെ ആൾക്കാരായിട്ട് പ്രൊജക്ട് മാനേജേഴ്സ് ക്ലയൻറ്റൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പാക്കേജ്, അതായത് ഹി ഹാസ് വർക്ക് അറ്റ് ഐ തിങ്ക് അറൗണ്ട് 3 years ആ കമ്പനി വർക്ക് ചെയ്തു. നെക്സ്റ്റ് കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്തപ്പം അവരുടെ സാലറി 8,000 മാറിയത്. 2,000 ഡിപ്ലോമ ഹോൾഡറാണ്, 2,000 8,000 മാറിയത്, 8,000 റിയാലിലേക്കാണ് അത് മാറിയിട്ടുള്ളത്. സോ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളൊരു കരിയർ ഫീൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രോത്ത് ചിലപ്പോൾ നടന്നെന്ന് വരില്ല. ഓക്കെ, സോ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള BTechകാരെ കൂടെയുള്ള നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാക്കേജ് കുറവായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഓപ്പണായി കിടക്കുന്നുണ്ട്. സോ നമ്മളത് ഗ്രാബ് ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കരിയർ ഗ്രോത്ത് ഉണ്ടല്ലോ, ഗ്രോത്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാക്സിമം ഇനീഷ്യൽ സ്റ്റേജിൽ ഗ്രാബ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാൻ നോക്കാം.